ഹലോ ഫ്രണ്ട്സ്, MT വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരും സ്വാഗതം. ശീലങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ലോകത്തെ ഏറ്റവും പ്രശസ്തമായൊരു പുസ്തകമാണ് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. 2018 ഇറങ്ങിയ പുസ്തകം മില്യൺ കണക്കിന് കോപ്പികൾ എത്രയോ ഭാഷകളിൽ വിറ്റുപോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് ചർച്ചയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സ്വഭാവം ഉണ്ടാക്കാനും മോശം സ്വഭാവം ഒഴിവാക്കാനും ആവശ്യമായ കുറച്ച് പരിശീലനങ്ങളാണ് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ ജെയിംസ് ക്ലിയർ പറയുന്നത്. അതിൻ്റെ ഒരു രത്ന ചുരുക്കവും അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഉപകാരപ്പെടുന്ന ഉറപ്പാണ്. ജെയിംസ് ക്ലിയർ തുടക്കം തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോസ് ഏഞ്ചൽസിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റിൻ്റെ പൈലറ്റ് ആ ഫ്ലൈറ്റിൻ്റെ ആംഗിൾ ജസ്റ്റ് ഒരു 3.5 ഡിഗ്രി ചെറുതായിട്ടൊന്ന് തിരിക്കുന്നു. അത്രമാത്രം തിരിച്ചാൽ പോലും ഫ്ലൈറ്റ് പോയി ലാൻഡ് ചെയ്യുന്നത് 200 മൈലുകൾക്കപ്പുറമുള്ള വാഷിങ്ടൺ DC-യിലായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായൊരു ചേഞ്ച് പോലും കൊണ്ടുവന്നാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്ര വലുതാണെന്ന് സൂചിപ്പിക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര കുഞ്ഞു ഒരു ചേഞ്ച് നമ്മൾ കൊണ്ടുവന്നാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ആ ചേഞ്ച് കൊണ്ടുവന്നാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കര വലുതായിരിക്കും. ഇതാണ് സത്യത്തിൽ ഈ പുസ്തകത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. ഒന്നാമത്തത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ടൈനി ചേഞ്ചസ് ഗീവ്സ് റിമാർക്കബിൾ റിസൾട്ട് എന്നുള്ളതാണ്. വളരെ ചെറിയ ചേഞ്ചുകൾ വലിയ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ശരീരം തടി കുറയ്ക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശീലം ഉണ്ടാക്കണം, എക്സസൈസ് ചെയ്യണം, നടക്കണം എന്നൊക്കെയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൂടെ ചെയ്യുന്നതല്ല ശരിക്കും നമ്മുടെ ശീലം ഉണ്ടാവേണ്ടത്. അറ്റോമിക് ഹാബിറ്റ്സ് ആറ്റംസ് പോലെ വളരെ കുഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ നടക്കാൻ തീരുമാനിക്കുന്ന ആൾ ആദ്യത്തെ ദിവസം 10 കിലോമീറ്റർ നടക്കണ്ട, വെറും 100 മീറ്റർ നടക്കുക. രണ്ടാമത്തെ ദിവസം ഒരു 110 മീറ്റർ നടക്കുക. മൂന്നാമത്തെ 150 മീറ്റർ. അങ്ങനെ ഇത്തിരി കൂട്ടിക്കൊണ്ടുവരികയും അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ചെയിൻ മുറിയാതെ ചെയ്യുകയും ചെയ്യുക. അതുണ്ടാക്കുന്ന റിസൾട്ട് എന്ന് വളരെ ഹ്യൂജ് ആയിരിക്കും. അതുകൊണ്ട് അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ടൈനി ചേഞ്ചസ് മതി എന്നുള്ളതാണ്. ഒരുപാട് കമ്പനികൾ, ഇപ്പോൾ ജപ്പാനിലെ കൈസൻ ടെക്നിക്കൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിനകത്തൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ശരിക്കും ടയോട്ടയുടെ മാനുഫാക്ചറിങ്ങിലൊക്കെ ഇത് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഈ കൈസൻ ടെക്നിക്കും വളരെ ചെറിയ ഹാബിറ്റ്സ് അതിൻ്റെ സ്റ്റാഫുകളിൽ കൊണ്ടുവന്നപ്പോൾ അതുണ്ടാക്കിയ റിസൾട്ട് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈഫിൽ കുഞ്ഞു ചേഞ്ച് കൊണ്ടുവരിക, അത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പുസ്തകത്തിൽ പറയുന്നത് 4 ലോസ് ഓഫ് ബിഹേവിയറൽ ചേഞ്ചാണ്. നമ്മുടെ ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ 4 നിയമങ്ങളാണ്. 4 ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് മേക്ക് ഇറ്റ് ഒബ്വിയസ് എന്നുള്ളതാണ്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തത് അട്രാക്റ്റീവ് ആയിരിക്കണം. മൂന്നാമത്തത് ഈസി ആയിരിക്കണം. നാലാമത്തത് സാറ്റിസ്ഫൈങ് ആയിരിക്കണം. അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ ഈ ടെക്നിക്കാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം നമ്മളിൽ ഉപയോഗിക്കുന്നത്, ഫേസ്ബുക്ക് നമ്മളിൽ ഉപയോഗിക്കുന്നത്, യൂട്യൂബ് ഉപയോഗിക്കുന്നത്, നെറ്റ്ഫ്ലിക്സ് ഉപയോഗിക്കുന്നതൊക്കെ ഈ ടെക്നിക്ക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും നമ്മളെ അറിയാതെ നമ്മളതിൽ അഡിക്റ്റായി മാറുന്നത് വളരെ ചെറിയ ചേഞ്ച് കൊണ്ടാണ്. മേക്ക് ഇറ്റ് ഒബ്വിയസ് വളരെ കൃത്യമായിട്ട് നമുക്കാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം മാത്രം മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നമ്മളിങ്ങനെ നോക്കി തുടങ്ങി കഴിഞ്ഞാൽ 5 മിനിറ്റിന് വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. തൊട്ടടുത്ത് എന്താ വെച്ചാൽ അത് അട്രാക്റ്റീവാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസൈന് കാര്യങ്ങൾ നമുക്ക് യൂസർ ഫ്രണ്ട്ലിയാണ്. അത് പെട്ടെന്ന് സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും. ഒരു ഹ്യൂമർ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഹ്യൂമർ വീണ്ടും സജസ്റ്റ് ചെയ്ത് വരും. ഒരു പിന്നെ സീരിയസ് കണ്ടൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സീരിയസ് കണ്ടൻറ്റ് വരും. അത് ഈസിയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈസിയാണ്. അതോടൊപ്പം തന്നെ സാറ്റിസ്ഫൈയിങ് ആണ്. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു സുഖം തോന്നുന്നുള്ളതാണ്. അത് എല്ലാ സോഷ്യൽ മീഡിയക്കാരും ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ചെറിയ ചേഞ്ചുകൾ വളരെ ഒബ്വിയസായ ചേഞ്ച് ആയിരിക്കണം. പിന്നെ അതുപോലെ അത് ഈസി ആയിരിക്കണം. ഒരിക്കലും ഡിഫിക്കൽട്ടായ ഒരു ടാസ്ക് നമ്മൾ ഏറ്റെടുക്കരുത്. കുഞ്ഞു ടാസ്കുകൾ വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് ഏറ്റെടുക്കുക. അതിന് നല്ല സാറ്റിസ്ഫാക്ഷനും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏത് ചേഞ്ചും കൊണ്ടുവരാമെന്നുള്ളതാണ് പുസ്തകത്തിൽ പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ പറയുന്നത് ഗോൾഡിലോക്ക് റൂളാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഗെയിമിഫിക്കേഷനൊക്കെ ആലോചിച്ച് നോക്കി. ഏത് ഗെയിമും ഓൺലൈൻ ഗെയിം ആണെങ്കിലും മൊബൈൽ ഗെയിം ആണെങ്കിലൊക്കെ ആ ഗെയിമിൽ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത് അതിന് ഇത്രയും കൂടി ഡിഫിക്കൽട്ട് കൂട്ടും. ഇങ്ങനെ കൂട്ടി നമ്മളെ ഒരു ചെയിനായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ചെയ്യുക. ആ സ്ട്രീക്ക് മുറിയാതെ ഇങ്ങനെ കൊണ്ടുപോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഒരു ജോലി വളരെ ഈസി ആണെങ്കിൽ നമുക്ക് ബോറടിക്കും. നമുക്കിപ്പോൾ അത്ര സിമ്പിളായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ. ഭയങ്കര ഡിഫിക്കൽട്ടാണെങ്കിൽ നമ്മൾ ചെയ്യില്ല. എന്നാൽ ഈ ഗെയിമിഫിക്കേഷൻ റൂളാണ് ഈ ഗോൾഡിലോക്ക് റൂൾ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒരിത്തിരി ഈ വളരെ ഈസി അല്ലാത്തൊരു ലെവലിലാണ് ഫസ്റ്റ് ഡേ ചെയ്യേണ്ടത്. അടുത്ത ദിവസം കുറച്ചുകൂടെ കൂട്ടുക അങ്ങനെ കൊണ്ടുപോകാം. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നടത്തത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ എക്സസൈസിൻ്റെ കാര്യം ഒക്കെ നമുക്ക് തീരെ ഈസി ആയിട്ടുള്ള കാര്യം ചെയ്യാതെ ഒരിത്തിരി മാത്രം ചെയ്യുക. ഇപ്പോൾ ഡംബൽ ഉപയോഗിക്കുന്നവർ 5 പ്രാവശ്യം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 5 പ്രാവശ്യം മാത്രം എടുക്കുക.
അടുത്ത ദിവസം 5 5 5 പിന്നെ അത് 6 ആക്കുക, 7 ആക്കുക, ഡിഫിക്കൽട്ടി കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു ചെയിൻ മുറിയാതെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏത് ശീലവും നമുക്ക് സ്വായത്തമാക്കി എടുക്കാൻ പറ്റും. അത് ഏത് കാര്യത്തിലും. ഒരു പുതിയ ഭാഷ പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ വലിയ സെൻറ്റൻസ് അല്ലല്ലോ പഠിക്കുന്നത്. അക്ഷരങ്ങൾ പഠിക്കുന്നു, പിന്നെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ പഠിക്കുന്നു, വൊക്കാബുലറികൾ പഠിക്കുന്നു, ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് സംസാരിച്ച് പഠിക്കുന്നു. പിന്നെയാണത് വലിയ ഡിഫിക്കൽട്ടി ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. ആ രീതിയിൽ ഏത് ശീലവും നമുക്കുണ്ടാക്കിയെടുക്കാം. നാലാമത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പുസ്തകത്തിൽ പറയുന്നത് ഫോക്കസ് ഓൺ സിസ്റ്റം നോട്ട് ഓൺ ഗോൾസ് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊക്കെ പലപ്പോഴും ഗോളിലാണ് നോക്കുക. എനിക്ക് ഇത്ര രൂപ ഉണ്ടാക്കണം, ഇന്ന ബിസിനസ് ഉണ്ടാക്കണം, ഇന്ന പോലെ ആവണം എന്നിങ്ങനെ ഗോൾ സെറ്റ് ചെയ്യും. ആ ഗോളിൽ എത്തിക്കഴിഞ്ഞാൽ സത്യത്തിൽ തീർന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് തടി കൂടുതലുള്ള ഒരാൾക്ക് തടി കുറക്കണം, എനിക്ക് 5 കിലോഗ്രാം കുറക്കണം, അല്ലെങ്കിൽ 10 കിലോഗ്രാം കുറക്കണം എന്ന് തീരുമാനിച്ച് എഴുതിക്കോളൂ. ഈ 10 കിലോഗ്രാം കുറക്കാൻ വേണ്ടിയിട്ട് അന്ന് മുതൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നു, നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് ഒരു 10 ദിവസം കൊണ്ടോ 20 ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ 10 കിലോ കുറഞ്ഞു എന്ന് കരുതാം. 10 കിലോ കുറഞ്ഞാൽ ഗോൾ അച്ചീവ് ചെയ്തു, ഇനി എന്തെന്നുള്ള ഒരു ചോദ്യചിഹ്നമുണ്ട്. ആ സമയത്താണ് മിക്കവാറും ആളുകൾ ഇങ്ങനെ തൂക്കം കുറഞ്ഞതിന് ശേഷം പിന്നെ സംഭവിക്കുന്നത് അവർ പഴയതുപോലെ തന്നെ അവരുടെ ഹാബിറ്റൊക്കെ മാറുന്നു, വീണ്ടും തടി കൂടി വരുന്നു എന്നുള്ളതാണ്. അതിന് പകരം തടി കുറക്കുക, 10 കിലോ കുറക്കുക എന്നതിന് പകരം ശീലം ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഇനി ഇത്ര 1 മണിക്കൂർ എക്സസൈസ് ചെയ്യും, അതിൽ ഇത്ര സമയം നടക്കുന്നുണ്ടാകും, ഇത്ര സമയം വർക്കൗട്ട് ചെയ്യുന്നുണ്ടാകും, എൻ്റെ ഫുഡിൽ ഇന്നതേ പാടുള്ളൂ, ഇന്നത് പാടില്ല, ഞാൻ ഇനി അത് സ്ഥിരമായിട്ട് അങ്ങനെയാണെന്ന് ശീലിക്കുകയും അത് കൃത്യമായിട്ട് ഈ അറ്റോമിക് ഹാബിറ്റായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ 10 കിലോ കുറഞ്ഞോ എന്നതിനേക്കാളേറെ ലൈഫ് ലോങ് ഹെൽത്തി ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഗോളിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ സിസ്റ്റത്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചോ അത് സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്നാണ് ഈ പുസ്തകം വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ 5ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ബ്രേക്ക് ദ ചെയിൻ എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ ഗെയിമുകളിലും അങ്ങനെയാണ്. സ്ട്രീക്ക് കംപ്ലീറ്റ് ചെയ്യുക. 5 സ്ട്രീക്ക് കഴിഞ്ഞാൽ 6ാമത്തെ ഒരു ദിവസം മിസ്സായി പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരും, ഇന്നും കൂടെ ചെയ്തില്ലെങ്കിൽ ബ്രേക്ക് ആവും, നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും എന്ന് പറയും. അപ്പോൾ 6ാമത്തെ ദിവസം മിസ്സാവാതെ വീണ്ടും ആ ഗെയിം കളിക്കും. ഇങ്ങനെ പോകുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഞാനത് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിക്കുക. ലോകപ്രശസ്തനായ ഒരു കൊമേഡിയൻ്റെ കാര്യമൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഓരോ ദിവസവും ഒരു ഹ്യൂമർ പറയും. അങ്ങനെ പറയുമ്പോൾ കലണ്ടറിൽ പോയിട്ട് എക്സ് എന്ന് വരച്ച് വെക്കും. അടുത്ത ദിവസം ഒരു ഹ്യൂമർ കണ്ടെത്തിയിട്ട് എഴുതി വെക്കും, അത് വീണ്ടും എക്സ് എന്ന് എഴുതും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോങ് ചെയിൻ ഓഫ് എക്സ് ഉണ്ടായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ആകെ ശ്രമം എന്ന് പറയുന്നത് ഈ ചെയിൻ മുറിയരുത്. ഇപ്പോൾ 1000കണക്കിന് ചെയിൻ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത എക്സ് ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവരുതുകൊണ്ട് എല്ലാ ദിവസവും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതേപോലെ നമ്മൾ എവിടെയെങ്കിലും ചെയിനോ എന്തെങ്കിലും അടയാളപ്പെടുത്തി വെക്കുക. ഇന്ന് ഞാനിത് ചെയ്തു, നാളെ ചെയ്തു, കണ്ടിന്യൂസ് ഡേയ്സിൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ചെയിൻ ബ്രേക്ക് ചെയ്യാതെ പോവുകയാണെങ്കിലാണ് അറ്റോമിക് ഹാബിറ്റ് ഒരു വലിയ ഹാബിറ്റായി മാറുക. അതുപോലെ പുസ്തകത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2 മിനിറ്റ് റൂൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടാസ്കും, ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടൻറ് ഉണ്ടാവണം, ഷൂട്ട് ചെയ്യണം, ഇങ്ങനെ പറയുമ്പോൾ ഒരു നാളെ ചെയ്യാം, പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യും. അതിന് പകരം ആദ്യത്തെ 1 മിനിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ 2 മിനിറ്റ് ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോയിക്കോളും. എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് ഇന്നിങ്ങനെ ആലോചിച്ച് പോകണ്ടേ, നാളെ തുടങ്ങാം എന്നൊക്കെ വിചാരിക്കുന്നതിന് പകരം ആദ്യത്തെ 2 മിനിറ്റ് ചടപടയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. അത് പലപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. അറ്റോമിക് ഹാബിറ്റിൽ പറയുന്നത് ശരിക്കും എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു വാക്കിംഗ് ഷൂ എടുത്ത് ധരിച്ച് ഇനിയിപ്പോൾ നാളെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ലെന്നാണ് അറ്റോമിക് ഹാബിറ്റ്. ഒരു ചെറിയ ശീലം എന്ന് ചെയ്തു, നാളെ വാക്കിംഗ് ഷൂ ഇട്ടിട്ട് ഒരു ഇത്തിരി 10 അടി നടന്നു, പിറ്റേ ദിവസം നടന്ന് ജിമ്മ് വരെ എത്തി, അന്നും എക്സസൈസും ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസം ഷൂ ഇട്ടു, നടന്നു, ജിമ്മിലെത്തി, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരികയാണെങ്കിലും ആ ഒരു ചെയിൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. ഫസ്റ്റ് 2 മിനിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ആദ്യത്തെ 2 മിനിറ്റ് ഞാനത് സ്റ്റാർട്ട് ചെയ്യും. കംപ്ലീറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് ക്വസ്റ്റ്യനേ അല്ല, പെർഫെക്ഷന് വേണ്ടിയല്ല കാത്തിരിക്കേണ്ടത് എന്നുള്ളതാണ് പുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു വലിയ പുസ്തകത്തിനെ വളരെ നക്ഷലായിട്ട് പറയുന്നത് ഒരു ശീലം നമുക്ക് വളർത്തിക്കൊണ്ടുവരാനും ഇതേ മെത്തേഡ്, ഇപ്പോൾ ഞാനിതിവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ദുശീലമുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാനും പറ്റുമെന്നാണ് പറയുന്നത്. സോ അറ്റോമിക് ഹാബിറ്റ്സ് എന്ത് കാര്യം നിങ്ങൾ ചെയ്യാൻ ശീലിക്കുകയാണെങ്കിലും കുട്ടികളെ പ്രത്യേകിച്ച് പഠിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം ഒരു ദിവസം ചെയ്യുക, പിറ്റേ ദിവസം അതിൽ ഇത്തിരി കൂട്ടുക, പിറ്റേ ദിവസം ഇത്തിരി കൂട്ടുക, വളരെ ആറ്റം ലെവലിൽ മതി. അത്രയും ചെറുതായിട്ടാണെങ്കിൽ പോലും ഒരു വലിയ ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൈഫിൽ അങ്ങനെ ചെയ്യാൻ പറ്റുക. ഇത്തരം നല്ല ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം വീഡിയോകൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഇനിയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ളോഗ്.